ഹലോ ഗൈസ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഞങ്ങളുടെ അന്ന് ബീവാറാണെന്നില്ലേ ഞാൻ പറഞ്ഞില്ലേ 2 സംഘവും തോന്നുന്നു. അത് ഇത് നമ്മൾ ചെട്ടി മമ്മ മാറ്. അപ്പൊ വൈറ്റിങ് പോരാലോ അപ്പൊ കുഴപ്പമില്ല. മാമൻ ഇവിടെ പുതിയ തേനീച്ചക്കൂടുണ്ടാക്കണ പരിപാടിയിലാണ് ഗൈസ്. ഇത് ഇങ്ങനെ തുറന്നില്ലാണ് ഗൈസ്. അടിച്ചില്ല. മാമ ഒന്ന് തുറന്നു കാണിച്ചെടുത്ത് വേണ്ട, അത് നിൽക്കണില്ല ഗൈസ്. അതുകൊണ്ട് ഈ സാൻഡ് പേപ്പർ കൊണ്ട് ഇവിടെ വരയ്ക്കണം ഗൈസ്. വേറൊരു സംഭവം ഉണ്ട്, ഉള്ളില് വേറൊരു സാധനം. അത് ഇതൊന്നുമല്ല കേട്ടോ ഗൈസ്. എന്താന്ന് വെച്ചാൽ ഗൈസ്, അത് ഒരപ്പം ഉണ്ടാക്കണുണ്ട് ഗൈസ്. ഇതിനകത്തോട്ട് മാവ് കയറ്റും. ഇതിനകത്തോട്ട് അയ്യോ ഗൈസ്, ഇത് പോയി ഗൈസ്. ഇതിലുണ്ടോ? അതുപോട്ടെ ഗൈസ്, ഞാൻ കാണിച്ചു തരാം ഗൈസ് ഇങ്ങനെ ഉണ്ടാക്കാന്ന്. ആദ്യം ഞാൻ പിടിക്കുക, ഞാനാക്കാം. ചെറുതായിപ്പോൾ ഗൈസ്, വല്ല വലുതോ ചീറ്റാണ്. അമ്മൂമ്മ വല്ല വലുത് തരുമോ? ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റുന്നല്ല. ഈ കുഞ്ഞു കുഞ്ഞാക്കിയാ എത്ര വെട്ടം എടുക്കണം ഇത്? അത് ശരിയാണ് ഗൈസ്. ഇങ്ങനെ അടിക്കും, മീൻസ് നമ്മൾ ഇത് ഇങ്ങനെ ആക്കും. എന്താ മൂമ്മ വെള്ളം കഴുകി നല്ല വെള്ളം ഞാൻ കൈ കഴിയാ മോനെ. ഇന്നാണ് പോകാൻ ഈ മാവ് എടുത്തപ്പോഴേ കൈ മുക്കി, മാവ് എടുത്തപ്പോഴേ ഒട്ടാതിരിക്കാൻ കൈ മുക്കുന്ന. അതിനെന്തിനാ ഈർക്കില്ല അതിലിട്ടെ വെള്ളത്തിൽ കിടക്കട്ടെന്ന് വെച്ച്. നല്ല വെള്ളം ഞാൻ കൈ തന്നെ മാവ് ഇങ്ങനെ എടുക്കുമ്പോ മുക്കാൻ വേണ്ടിട്ട് എടുത്ത് വെച്ചു. അഴുക്ക് വെള്ളമല്ല. വേറൊരെണ്ണം ഉണ്ടാക്കാം. ഓക്കെയാണ് ഗൈസ്. ഒരു ഇല എടുക്കുന്നു ഗൈസ്. വെള്ളം അത് പോയി ഗൈസ്. ഇവിടെ എടുത്തില്ല. നിക്ക് ഇതെടുക്കും ഗൈസ്. അത് ശരിയാണ്, ഒടിയും ഗൈസ്. വേറെ ഇലയില്ല, അതാണ് പ്രശ്നം ഗൈസ്. ഇങ്ങനെ ചെയ്യണം ഗൈസ്. എനിക്ക് ക്ഷമയില്ലാതെ പോയി ഗൈസ്. ക്ഷമ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 10-20 ഞാൻ ഒറ്റയടിക്ക് ഉണ്ടാക്കിയാണ്. ചിലപ്പോട്ടെ, എനിക്കൊന്നും അറിയില്ല. നേരത്തെ കുറേ ഞാൻ ഉണ്ടാക്കിയാണ് ഗൈസ്. ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ കുത്ത, അത് കുഴി ഇങ്ങനെ എടുക്കുക. ഈ പണി എന്നെക്കൊണ്ട് നടക്കൂല. എന്നെക്കൊണ്ട് കൂട്ടിയാൽ കുറേ പണിയൊന്നുമല്ല ഗൈസ്. അത് അമ്മതി അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നു ഗൈസ്. ഫിഷ് ടാങ്ക് ഗൈസ്. മാമ ഇനി എന്താണ് ചെയ്യുന്നത് നോക്കാം ഗീസ്. എന്താ മാമ ചെയ്യുന്നത്? അതിലിട്ട് അടപ്പാത്രത്തിലിട്ട്. ഓക്കെ, അയ്യോ അടപ്പെന്ന് പറയണ്ടേ, അടപ്പ് പാത്രം എന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലായ? ആണി ഊരാൻ നോക്കുന്നു ഗൈസ്. ഇത് അതിലിട്ട്
ബിസിനസ് ടൂളാണോ? അതിലിട്ടോ. അയ്യോ, എന്താണ് മാമ ചെയ്യുന്നത്? ഇത് കീറൻ അല്ല. ഓ ഗൈസ്, മാമ വേർത്തോളൂ. ആണി എടുത്ത്, 2 ആണി എടുത്ത്. ഏത് ആണിയാ? അവിടെ ആണി ഇരിക്കണം. ഇതാണോ? ആ അതാണ്. 2 4 കൊടുക്കട്ടെ? 2 3 4. സ്റ്റൂളിങ് എടുത്തടാ. കുഞ്ഞു സ്റ്റൂളില്ലേ, ചെറിയ സ്റ്റൂൾ, അവളുടെ സ്റ്റൂൾ, പച്ച സ്റ്റൂൾ. കുറച്ച് നേരം മാമൻ എന്താ ചെയ്യുന്നത്? എടുത്തോണ്ട് വാ. അമ്മേൻ്റെ കളി ആണി സൂക്ഷിച്ചടക്കട്ടെ. മറ്റേ ആണി എവിടെ? ഏത്? ഇതിപ്പോ തുറക്കാൻ പറ്റോ? ഇല്ലടാ, ഇത് പിടിച്ചിട്ടില്ലടാ. അല്ല, അപ്പൊ അത് ഇങ്ങനെ വളയോ? കേട്ടെ കേട്ടെ. അല്ല, ജസ്റ്റ് ഒന്ന്. അല്ല, ഒരു മാമ ഇത് മാർക്കിയോ? ഊട്ട മാർക്കി ആണോ? എന്താ ഇതിങ്ങനെ വരുമ്പോ കിട്ടൂലല്ലോ. അപ്പൊ ഇതിന്റെ ഒരു ഇത്തിരി കട്ട് ചെയ്യേണ്ടി വരും. അതിന്റെ അല്ല കട്ട് ചെയ്യേണ്ടത്, ഇതിന്റെ. അത് ഇതിന്റെ പൊളിഞ്ഞ ഇത് അതിന്റെ ഒന്ന് കട്ട് ചെയ്യണം. ഏതിന്റെ കട്ട് ചെയ്യണ്ടേ? ഇതിങ്ങനെ വരുമ്പോ തട്ടൂല ഇവിടെ. അല്ല, പൊന്തിച്ച്. ഓക്കെ, ഇവിടെ ഇത്തിരി കട്ട് ചെയ്താൽ മതി. ആക്സോ ബ്ലേഡ്. മാമനാദ്യം മാർക്കി സപ്പോർട്ട് ചെയ്തേ. ഉണ്ടാക്കിയിരുന്നില്ല. ഇന്ന മുകളിൽ കയറിയിട്ടെ. ആയിരുന്നു കേസിന്റെ മുകളിൽ സപ്പോർട്ട്. ലൈറ്റ് ആണോ? ലൈറ്റ് വേണ്ട, ലൈറ്റ് വേണ്ട. ബ്രൈറ്റ്നസ് ഇത്തിരി കുറച്ചാണ് കേട്ടോ, ഇല്ലെങ്കിൽ ഒടുക്കത്തെ വെളിച്ചം പോകും, നിങ്ങൾക്ക് മര്യാദ കാണാൻ പറ്റില്ല. എടുത്തിട്ട് കട്ട് ചെയ്യാനായിരിക്കും. അത് എങ്ങനെ ഊരാ? ഞാൻ ഞെക്കിണ്ട്, കുഴപ്പമില്ല. അടിയാ വെച്ചോ. അത് ഇവിടെ ചളങ്ങ. എന്തേലും സപ്പോർട്ട് വേണ്ടേ? ഞാൻ പിടിച്ചോളാം. ഇങ്ങനെ
ഇതിനകത്ത് അതുകൊണ്ട് ഇത് വെക്കി. അയ്യോ ഞാൻ ചത്തു. നമ്മളെ സപ്പോർട്ട് എടുക്കുന്നു. ഇതിലോ ഗേഷ് ഊരി ഗേഷ് ഊരിയിട്ട് മാമനെ ഒന്ന് കട്ട് ചെയ്യണം ഗേഷ്. ഗേഷ് ഇതെന്താ സംഭവം എന്ന് മനസ്സിലായ? നമ്മുടെ ഒരു കാര്യം ചെയ്യാം. എന്തിനാ കട്ട് ചെയ്യണം? ഇവിടെ നീക്കി വെച്ചാ പോരെ. ശരിയാണല്ലോ. പൊടിക്കും കൂടി നീക്കിയാ പോരെ. ആണ് ഇത്തിരി വളഞ്ഞിരിക്കണ ഈ അറ്റത്തുള്ളത് ഇത്തിരി വളഞ്ഞിരിക്കുക. ഈ സാധനം മനസ്സിലായില്ല എന്താന്ന്. മറ്റേ നമ്മള് ഒരു ഷെൽഫിലൊക്കെ ഉണ്ടാവൂലേ ഗൈസ്, ഇങ്ങനെ വലിക്കണ സാധനം, ഇങ്ങനെ വലിക്കൂലേ, ഒരു ഡ്രോയറാണ് ഗൈസ്. അവനൊക്കെ ഒരു ബുദ്ധിയേ മനസ്സിലായി. ഇതിലിട്ടിട്ട് മറ്റേത് വളഞ്ഞിരിക്കുന്നത്. അയ്യോ കലി ചാടിയാണ് മാമ ചെരിപ്പടി. ഇതെവിടെ വെച്ചോണ്ടിട്ട് പറഞ്ഞു. സോറി ഗൈസ്, കാണിക്കാൻ പറ്റിയില്ല. ഞാനേ അവിടെ ഒരു ആണി കയറ്റാണ്. സോറി ഇനി അങ്ങനെയല്ല ഗൈസ്. ഒടച്ചടിച്ചു പിടിക്കണോ? കൊണ്ടോ ഗൈസ്, നടുക്കത്തടിച്ചു. ഞാൻ അടിക്കട്ടെ അമ്മ? ഞാൻ അടിച്ചോട്ടെ? ഫുള്ള് ഞാൻ അടിച്ചോട്ടെ? നോക്കട്ടെ. ഒരിത്തിരി കട്ട് ചെയ്തോ ആയിരിക്കും. ഞാൻ അടിക്കട്ടെ മാം, പ്ലീസ്. ഇത് അടിച്ചില്ലല്ലോ ഫുള്ളായിട്ട്. നേരെ അടിക്കണം, ഇങ്ങനെ നേരെ അടിക്കണം, ചിപ്പിക നേരെ പിടിക്കണം. കഴിഞ്ഞ ഇവിടെ ഇവിടെ എവിടെയോ വളഞ്ഞിരിക്കുന്നു. ഇവിടെ ഇത്തിരി പൊന്തിക്കണ് അല്ലേ? അല്ലല്ലേ? ഇപ്പൊ ഗ്യാപ്പുണ്ട്. അല്ല ഒരിത്തിരി ഇവിടെ, അവിടെ തന്നെ അത്ര മുണ്ട അത്ര മതി. ഇവിടെ കറക്റ്റ് ഫിൽ ആവണം. ഇവിടെയാണ് ഗ്യാപ്പ് വേണ്ടത്. ഓ ദേഷ്യപ്പൊക്കെ ഉണ്ട്. ഇനി ഇതടിക്കണം. ഞാൻ ഹെൽപ്പ് വേണ്ടല്ലേ? എന്തേലും മാർക്ക് ചെയ്യണോ? ഹലോ ചെയ്തോ. ഓ മൈ ഗോഡ്, ഇതുപോലെ 2 അടിക്കും സാധനം. ഒന്ന് സാധനം ടോർച്ചാ. ഞാനിത് ഇവിടെ സ്റ്റാൻഡ് ഇട്ട് വെക്കാം. ഞാൻ മൊബൈലിൽ ടോർച്ച് അടിക്കണം. മൊബൈൽ ടോർച്ച്. മറ്റേ ടോർച്ച് ആണോ?
എന്തിനാണ്? എന്തിനാ? അയ്യോ ഞാനും വരാം ഗൈസ്. കുറച്ച് ഇരുത്തിക്ക് ഞാൻ വാഴില്ല. പുറകെ മുട്ടില്ല ഗൈസ്. ഗൈസ് നിങ്ങൾ കണ്ടോ, ഞാൻ വാഴില്ല. അമ്മ ഞാൻ സൈഡിൽ കൂടി വരാം. സൈഡിൽ കൂടി വരാം കേട്ടാ? ഞാൻ സൈഡിൽ കൂടിയാ പോണേ. എന്താ മാമൻ്റെ അടുത്ത് ലൈറ്റ് ഇട്ടിട്ട് വരാൻ? ഞാൻ ലൈറ്റ് ഓൺ ചെയ്തു. വാ. അയ്യോ നല്ല ഇരുട്ടാണ് ഗൈസ്. പക്ഷെ എനിക്ക് ക്ലിയർ ആണ് ഗൈസ്. എനിക്കെല്ലാം കാണാം ഗൈസ്. ബട്ട് യു കാൻ ഹിയർ ഗൈസ്. അയ്യോ ഗൈസ് ഇതിൽ കൂടി കാണുമ്പോൾ എനിക്ക് ഞാൻ അവിടെ വെയിറ്റ് ആണ്. എനിക്ക് ക്ലിയർ ആയിട്ടാണല്ലോ. നിങ്ങൾക്ക് കാണില്ലേ? ആ അതിൻ്റെ എനിക്ക് ക്ലിയർ ആയിട്ടാണ്. ആരാത്? ആ അമ്മ പേടിച്ചു ഗീഷ്. അവിടെയാണ് ഗീഷ് വയലിലെ പേടിക്കാൻ പോയിന്റ് സ്ഥലം. ഗീഷ് ഞാൻ ഇത് ഫ്ലാഷ് ഓഫ് ചെയ്തിട്ട് ടോർച്ച് കൊണ്ടിട്ട് ഗീഷ്. അയ്യേ ഞാൻ പൊട്ടരാ. ഇവിടെ യോ ബ്രദർ നേരത്തെ ഇവിടെ ഒരെണ്ണുണ്ടായി ഗീഷ്. ഇതേ ഗീഷ് വേറെ ഒരെണ്ണം. എവിടെ നോക്കിയാലോ ഒച്ചുള്ള ഈശ്വര. ബാമ്മ പോവാ. നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് കാണാം. എനിക്ക് എല്ലാം കാണാമല്ലോ. എനിക്ക് എല്ലാം കാണാം. എല്ലാം കാണാം. ഇത് മതിയാവും. അത് മതിയാ. സോറി അവസാനം അന്ന് ഞാനൊരു വയലിറക്കാൻ വന്നിട്ട് വാഴോട്ടിങ്ങാണ് കൈസ്. അത് അവിടെ ഇട്ട് അയ്യോ അമ്മ എൻ്റെ കാര്യം പേടിയാവൂട്ടാ. ഇതാണ് പേര്. The leader of the way, 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 the leader of the way. Guys, ini മാമിൻ്റെ പരിപാടി വെക്കും ഗൈസ്. ഇനി എൻ്റെ മാക്സിമം സ്പീഡ്. സോറി സാമ്പാറേ. സാറേ സ്റ്റാൻഡിലോട്ട് പറന്നിക്കണം. എൻ്റെ അമ്മേ എന്തോ ഉറുമ്പൊന്ന് കടിച്ചു. എൻ്റെ മാമനുണ്ട് ഗൈസ് യൂട്യൂബ് ചാനൽ ഗ്ലോബൽ ഇൻഫോ. അതല്ല ഫുൾ ടൈം നിങ്ങൾ കാണണമെങ്കിൽ വീഡിയോസൊക്കെ കാണണം. വ്ളോഗ് ഉണ്ടാവും അവൻ്റെ. ഇല്ല ഗൈസ് കാരണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് പുതിയ ഇതാണ്. വാവ് ഒച്ച ഉണ്ടല്ലേ. അപ്പൊ അതിന് ഡിസ്റ്റർബ് ആവൂലേ തേച്ചിക്ക്? അതിന് എപ്പോഴും ഒന്നും എടുക്കൂലല്ലോ. അതിനെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം.
എന്താ ഒരു ഒച്ചട്ടെ ആ സാധനം പിടിക്കണം എന്തോരച്ച ഓക്കെ ഓക്കെ ഓക്കെ. അതിനാണ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാണ്ട് അടിക്കണത്. കണ്ടോ ഇനിയിപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ആണി അടിച്ചാൽ സെറ്റായി. നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യും. മാമ ഇത് അടിച്ച് കഴിയുമ്പോൾ വിളിക്കണേ. എന്താ മുമ്മ അയ്യോ പിന്നെ വിളിച്ചോ അമ്മ എന്തോ പിടിക്കാനാ. അമ്മേ പറഞ്ഞു ഒച്ച ഉണ്ടാക്കല്ലേന്ന്. മാമൻ്റെ എന്തായി മാമ കഴിഞ്ഞ അടിച്ച് അണി അടിച്ച് വലിച്ച് നോക്കട്ടെ. സാധനം തന്നെ ഇവിടെ ഇങ്ങനെ സപ്പോർട്ട് ഇവിടെ നിൽക്കാൻ ഇങ്ങനെ എന്താ ഉണ്ട് അത് നിക്കണ്ടോ? പാർട്ടീഷൻ ചെയ്യണം. റൂം പാർട്ടീഷൻ ഹാഫ് ആക്കണം. 2 റൂമാണോ? ഇവിടെ ഒരു പലക അടിക്കണം. അതിനെന്ത് ചെയ്യും? ഒരു മിനിറ്റ് ഈ സാൻഡ് പേപ്പർ കൊണ്ട് ഞാൻ ഇനി ഇവിടെ ഉറച്ചുറച്ച് അതിന് ഈ സാധനമില്ലേ ഇതിവിടെ നിന്ന് ഇങ്ങനെ കട്ടി മനസ്സിലായ? ഇതിന്റെ മെഷർ എടുത്തിട്ട് ആരും പറഞ്ഞ ഞങ്ങൾ കൊണ്ടല്ലേ ഇല്ലെങ്കിൽ ബാക്കി അതിൻ്റെ വയ്ക്കണം. സിമ്പിൾ. അയ്യോ ഇത് തുറക്കുമ്പോൾ ഇത് ഇങ്ങനെ വലിയൊക്കെ നേരെ നിൽക്കണില്ല. അതേപോലെ വിട്ട് നല്ലോണം വലിച്ചാൽ ചിലപ്പോൾ നിൽക്കും. അത് അങ്ങനെ ഇരിക്കാൻ വേണ്ടി മാമ ആക്സോ ഇവിടെ ഉണ്ടാവില്ല. ആക്സോ മാമ ആക്സോ എന്തേ ആക്സോ ഒന്ന് എടുത്തരൂ. ഇതാ ഇതാണോ അതേ സാധനം ഇതിനകത്താണോ മാമ? ഫ്ലാറ്റ് ഇതാണോ? അത് തന്നെ. അത് തിരിച്ചിട്ടു. അതിൻ്റെ ഒരു പിടിയുണ്ട്. ഞാൻ ഇവിടെ ഒന്ന് വെക്കണ്ടേ. ഇതാണോ? പച്ചപ്പിടി ഒരു പച്ച എന്തോ കണ്ടു. അതേതല്ലേ? ഇതാണ് കേസ്.